അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. നമ്മുടെ ഗന്ധം എന്ത്, അതുമായി ഒരല്പം ചെറിയൊരു സംസാരമാണ് ഈ ഉള്ളവൻ ഉദ്ദേശിക്കുന്നത്. നിരവധി ഗന്ധങ്ങൾ തിരിച്ചറിയാനുള്ള 10,000-ലധികം ഗന്ധങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു കുട്ടിയുടെ മെമ്മറി ഡാറ്റയിൽ ആദ്യമായി സേവ് ചെയ്ത് വെക്കുന്നതും ആ മാതാവിൻ്റെ ഗന്ധമാണ്. കുട്ടി മാതാവിനെ തിരിച്ചറിഞ്ഞ കാണുന്നതിലൂടെയല്ല, മറിച്ച് മാതാവിൻ്റെ ഗന്ധത്തിലൂടെയാണ് കുട്ടി മാതാവിനെ തിരിച്ചത്. നമുക്കറിയാം, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടി കാഴ്ച പൂർണ്ണമായി ലഭിക്കുന്നത്. ഒരുപാട് ഈ പ്രകൃതിയിൽ തന്നെ ഒരുപാട് ചെടികളും പുഷ്പങ്ങളും ഒരുപാട് മരങ്ങളും നല്ല ഗന്ധമുള്ള മരങ്ങളും ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്മെല്ല് തിരിച്ചറിയാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അനോസ്മിയ എന്ന ഒരു തരം അസുഖം ബാധിച്ച ആളുകളുണ്ട്. അവരോട് ചോദിച്ചാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും എത്രമാത്രം വലിയ അനുഗ്രഹമാണിതെന്ന്. കാരണം നമ്മളെ കണ്ണിൻ്റെ കാഴ്ച പോലെ, കാതിൻ്റെ കേൾവി പോലെ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ വില അറിയില്ല, കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില അറിയും. ഇപ്പോൾ തന്നെ ഒരുപാട് പ്രായം കൂടുമ്പോൾ ചെറിയ ചെറിയ അക്ഷരങ്ങൾ വായിക്കാനും കഴിയാതിരിക്കുമ്പോൾ എത്രമാത്രം പ്രയാസപ്പെടുന്നു. ഒരു വിരൽ ചെറുങ്ങനെ ഇതാകുമ്പോൾ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കുടുക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ ഒരാളെ സഹായമാണ്. ആകെ പ്രശ്നം വെച്ചാൽ ഒരു വിരലിൻ്റെ ഇതാണ്. അതേപോലെ ഓരോന്നിൻ്റെ അനുഗ്രഹം എത്രമാത്രം വാല്യൂ അതിനുണ്ട്, എത്രമാത്രം ദൈവത്തോട് നമ്മൾ അതിന് കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ ആ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെടണം. അപ്പോൾ അനോസ്മിയ അസുഖം ബാധിച്ച ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവരോടൊക്കെ ചോദിച്ചു നോക്കുക പ്രയാസം. അതുപോലെ കണ്ണിൻ്റെ കാതിൻ്റെ ഒക്കെ. അതുപോലെ ഈ അനുഗ്രഹം മനുഷ്യന് നൽകിയത് എന്ന വലിയ അനുഗ്രഹമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ ഖുർആൻ 55-ാമത്തെ സൂറത്ത് റഹ്മാൻ സൂറത്ത് തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ സംബന്ധിച്ചാണ് പറഞ്ഞത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ അബ്ബു സുൽ ഹസ്ഫി വർ റഹ്യാൻ, സുഗന്ധ ചെടികൾ നിങ്ങൾക്ക് നൽകി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ ഈ ഇൻഡസ്ട്രി, ഇപ്പോൾ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ മില്യൺ കണക്കിന് ഡോളറിൻ്റെ ബിസിനസ്സൊക്കെ നടക്കാനുള്ള കാരണം എന്താ? നമുക്ക് ഓരോ ഗന്ധങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് മനുഷ്യന്. അപ്പോൾ അത്രയും വലിയ വില കൂടിയ സ്പ്രേ ഒക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഹോട്ടലിലൊക്കെ വരുമ്പോൾ ഭയങ്കരമാണ് അടിക്കുന്നത്, നല്ല വിലൻ്റെ സ്പ്രേ അടിച്ചിട്ട് വരുന്നുണ്ട്, നല്ല മുന്തിയ സ്പ്രേ അടിച്ചത്. അപ്പോൾ അത് ഓരോ ഗന്ധവും. അപ്പോൾ ചെടികളൊക്കെ അങ്ങനെ നമ്മൾ ഓരോ ചെടികൾ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും തിരിച്ചറിയാൻ നമുക്ക് ഗന്ധം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയും കടലാസിൻ്റെ ഒക്കെ പൂക്ക് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒറിജിനൽ റോസ് പോലെ, ഒറിജിനൽ മുല്ലപ്പൂ പോലെ ഉണ്ടാവും, ഒറിജിനൽ പൂ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്മെല്ല് കൊണ്ട് നമ്മൾ തിരിച്ചറിയും. അതുപോലെ പണ്ടൊക്കെ അങ്ങനെ കറി മോശമായാലും നമ്മൾ പണ്ടൊക്കെ തിരിച്ചറിയില്ല. ഇന്ന് കറി മോശമാകുന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട്. പണ്ടൊക്കെ കറി മോശമാകുമ്പോൾ കാണുമ്പോൾ കോഴിക്കറിയും മീൻ കറിയെല്ലാം ഒരുപോലെ ഉണ്ട്, നല്ല പാങ്ങുണ്ടാവും കാണാൻ. പക്ഷേ സ്മെല്ല് ചെയ്യുമ്പോൾ അത് മോശമായി നമുക്കറിയും. അതുപോലെ സ്മെല്ല് ഇപ്പോൾ അവർ പറയാറുണ്ട്, സ്മെല്ല് നമ്മളെ തലച്ചോറിൻ്റെ അമിഗ്ല എന്നൊരു ഭാഗത്താണ് പ്രത്യേകം സ്റ്റോർ ചെയ്ത് വെക്കുന്ന അത്ര സ്മെല്ല്. കാരണം നമ്മൾ ആ ഭാഗത്തുള്ളത് എന്താ, നമ്മുടെ ഭയം, നമ്മുടെ കോപം, നമ്മുടെ പ്രശ്നമുള്ള പ്രതികരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് സ്മെല്ല് ബന്ധിപ്പിച്ച് കിടക്കുന്നത്. കാരണം ഒരു ഉദാഹരണം പറയാം, ഒരു പാമ്പിനെ ഒരാൾ കണ്ടു. ഒരു പാമ്പിനെ കാണുന്ന സമയത്ത് ആ പാമ്പിനെ കാണുമ്പോൾ അദ്ദേഹം പേടിച്ചു. ആ പേടി ആയ സമയത്ത് ഒരു ഫയൽ പോലെ ഇങ്ങനെ ആയിട്ട് അമിഗ്ലയിൽ സൂക്ഷിക്കും. പിന്നെ അവൻ എപ്പോൾ പാമ്പിനെ കണ്ടാലും പെട്ടെന്ന് അത് ഓപ്പൺ ആവും, പെട്ടെന്ന് പ്രതികരിക്കും. ഇപ്പോൾ ഗ്യാസിൻ്റെ അങ്ങനെ. ഇപ്പോൾ ഗ്യാസ് നമ്മൾ ഇപ്പോൾ വീടുകളിൽ, നമ്മൾ ഹോട്ടലിൽ കിച്ചണുകളിലൊക്കെ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ഗ്യാസിൻ്റെ മണം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയും പെട്ടെന്ന് പ്രതികരിക്കും നമ്മൾ. കാരണം ഗ്യാസിന് പ്രത്യേകിച്ച് ഒരു മണമില്ല. പക്ഷേ അമിഗ്ല മിർക്യാപ്റ്റിൻ എന്നൊരു സാധനം ഗ്യാസിൽ ചേർക്കുകയാണ് ചെയ്യുന്നത് ഒരു മണത്തിന് വേണ്ടി, ഈ സൾഫർ പോലുള്ളൊരു ദ്രാവകം. അപ്പോൾ ഇതൊക്കെ ഇനി മതപരമായ ഒരല്പം കാര്യം പറയാം. അതിനു മുമ്പ് ചില മാതാക്കൾ ചില കുട്ടികളെ ആ സ്മെല്ല് തിരിച്ചറിയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് എന്തൊരു ഉദാഹരണം പറയാം. ഈ അടുത്തൊരു ഗൾഫിൽ നാട്ടിലൊരു സുഹൃത്തിനെ ഞാൻ കണ്ടത്, അദ്ദേഹം തൻ്റെ ഭാര്യയുടെ തട്ടം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അദ്ദേഹം ഇങ്ങനെ കടന്നുറങ്ങല്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ആ ഭാര്യൻ്റെ ആ ഗന്ധം ഇങ്ങനെ അദ്ദേഹത്തിന് ആസ്വദിക്കാൻ കഴിയും. ഈ അടുത്തൊരു മാതാവ് ഒരു പണ്ഡിതൻ പറഞ്ഞ ഉദാഹരണം, ഒരു കുട്ടിയെ ഒരുപാട് കാലം ഒരുപാട് അസുഖത്തിലായിരുന്നു ചികിത്സിച്ചു. ആ കുട്ടി അവസാനം മരിച്ച സമയത്ത് ആ കുട്ടിയുടെ ബ്ലാങ്കറ്റ് മാതാവ് അങ്ങനെ സൂക്ഷിച്ചു, വലിയൊരു ബ്ലാങ്കറ്റ് അങ്ങനെ സൂക്ഷിച്ചിട്ട് ആ കുട്ടിയുടെ ഓർമ്മ വരുമ്പോൾ ആ മുഖത്ത് അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മാതാവ് പൊട്ടിക്കരിയുമായിരുന്നു അത്രേ. ആ മാതാവ് ആ കുട്ടിയുടെ ഗന്ധം മാതാവ് അറിയുന്നുണ്ട്. അതുപോലെ സുഹൃത്ത് യൂസുഫ്, നമുക്കറിയാം യൂസുഫിനെ പിന്നെ യാക്കൂബിലേക്ക് ഒരുപാട് കാലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടുന്നത്. ആ തിരിച്ചു കിട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് പിതാവ് പറയുന്ന രംഗമുണ്ട്. വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം സുഹൃത്ത് യൂസുഫിൻ്റെ 94-ാമത്തെ വചനം. അവിടെ പറയുന്നത് ആ മകൻ്റെ ഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നു എന്നാണ് ആ പിതാവ് പറയുന്നത്. അതുപോലെ ഓരോ ആളുകൾക്ക് ഓരോ ഗന്ധമാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ നമ്മൾ ഒരുപാട് 2-3 മക്കളൊക്കെ ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡ്രസ്സ് നമ്മളിങ്ങനെ മുഖത്തിട്ട് ഇങ്ങനെ മണത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും. ഓരോ കുട്ടിയുടെ നമുക്ക് വേറെ തന്നെ തിരിച്ചറിയും, ഇത് ഇന്ന കുട്ടീൻ്റെ. കണ്ണിങ്ങനെ മൂടിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് തിരിച്ചറിയും ഇത് ഇന്ന കുട്ടീനെ. അത്രക്കും വ്യത്യസ്തമായ ഗന്ധമാണ്. നമ്മളത് പരീക്ഷിക്കാനോ ഇതിനെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാകാതെ കൊണ്ടാണ്. അതുപോലെ ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട്. ഭക്ഷണം നമ്മൾ വിശപ്പിന് വേണ്ടി കഴിക്കാറുണ്ട്. ഇവിടെ AC റൂമായതുകൊണ്ട് തണുപ്പായതുകൊണ്ട് രണ്ടും ഉപ്പായിട്ട്. അപ്പോൾ
ഭക്ഷണം നമ്മൾ വിശപ്പിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി കഴിക്കാറുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഭക്ഷണം ആസ്വദിക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ചില ആളുകൾ വിചാരിക്കും നാവ് കൊണ്ടാണ്. നമ്മൾ നാവിലാണ് കടയിലൊക്കെ ടേസ്റ്റ് നോക്കുന്നത് നാവിലല്ലേ. പക്ഷെ നാവിൽ അറിയുന്ന ടേസ്റ്റുകൾ എത്രയാണ്? മധുരം, ഉപ്പ്, കയ്പ്പ്, പുളി, ഉമാമി എന്നീ 5 ടേസ്റ്റ് ബഡ്സുകൾ മാത്രമേ നാവ് കൊണ്ട് അറിയൂ. ബാക്കിയൊക്കെ നമുക്ക് ഈ സ്മെല്ല് തിരിച്ചറിയാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു വനിലയുടെ ഐസ്ക്രീം ഇങ്ങനെ മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അതിന് മധുരം ഉണ്ടാവും, മധുരത്തിൽ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ അവർ പറയാറുള്ളത് ടേസ്റ്റ് ഈസിക്കൽ ടു ഫ്ലേവർ. അതായത് ഇതന്നെ ഞാൻ പറഞ്ഞ വനിലൻ്റെ ഉദാഹരണം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആസ്വാദനം കിട്ടുന്നതെന്ന്. അപ്പോൾ അതുപോലെ നമുക്ക് നല്ല ജലദോഷം വന്ന് നമുക്ക് പനിയും ജലദോഷമൊക്കെ ആയിട്ടാകുമ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു ബിരിയാണി കൊണ്ട് തന്നാൽ പോലും നമുക്കൊന്നും ഉണ്ടാവില്ല, ആ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ട്. സത്യത്തിൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് നല്ല ജലദോഷം ആയതുകൊണ്ട് നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല, ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല. കാരണം അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നില്ല. അപ്പോൾ നിരവധി ഫ്ലേവറിൻ്റെ ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇനി മതപരമായ കാര്യത്തിൽ നമുക്ക് മതപരമായ ഒരല്പ കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. നമുക്കറിയാം ഇസ്ലാം മതത്തിൽ ഒരുപാട് ഈ മതത്തിൽ ഗന്ധങ്ങൾക്കൊക്കെ ഒരുപാട് പ്രോത്സാഹനം, സുഗന്ധത്തിനൊക്കെ ഒരുപാട് പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോൾ സുഗന്ധം തേക്കണം എന്ന് പറഞ്ഞു. അതുപോലെ 2 പെരുന്നാൾ ദിവസം ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ഒരാളും പിന്നെ സുഗന്ധം ഉപയോഗിക്കാത്ത ഒരാളുണ്ടാവില്ല. കാരണം അന്നൊക്കെ ദിവസമൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ സുഗന്ധമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ മതത്തിലും പ്രത്യേകമായി സുഗന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം ജീവിത ലാളിത്യത്തിൻ്റെ പ്രതീകമെന്നറിയപ്പെട്ട മഹാനായ പിന്നെ സഹാബിയാണ്. പിന്നെ ഖുലഫാ റാഷിദീൻപ്പെട്ട ആളാണ്. ഒരുപാട് പിന്നെ ചെറിയ രീതിയിൽ, അതായത് എത്രത്തോളം എന്ന് വെച്ചാൽ പിന്നെ പണ്ഡിതന്മാർ പറയാറുള്ളത് അതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉമർ ജീവിത ലാളിത്യത്തിൻ്റെ പ്രതീകം എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം പോലും പറഞ്ഞത് സുഗന്ധത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ പകുതി ഭാഗവും മാറ്റിവെക്കുകയാണെങ്കിൽ അതൊരു ധൂർത്താകില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം സുഗന്ധത്തിന് വലിയ. അതേപോലെ പ്രവാചകൻ സഹവാസം നമുക്കറിയാം. അദ്ദേഹം എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടിയാൽ, ഒരു അതിഥിയെ കിട്ടിയാൽ പ്രവാചകൻ ഇഷ്ടപ്പെട്ടു നേരെ സന്തോഷിച്ചിരുന്നു. ഒരു സുഗന്ധപരമായ സാധനങ്ങൾ കിട്ടിയാൽ, ഒരു അത്തരമൊക്കെ കിട്ടിയാൽ, ഒരു പെർഫ്യൂമൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ പ്രവാചകൻ പറഞ്ഞു 3 കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഒന്നാമതായി പറഞ്ഞത് അത്തീബ്, ഒന്നാമതായി പറഞ്ഞത് സുഗന്ധത്തെ സംബന്ധിച്ചാണ്. അതുപോലെ പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും. പ്രവാചകൻ്റെ വേർപ്പിനെ സംബന്ധിച്ച് ഭയങ്കരമായ സുഗന്ധത്തെക്കാൾ വലിയ മണമുള്ളതായിരുന്നു പ്രവാചകൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേർപ്പ്. അതുപോലെ പ്രവാചകൻ നേരെ ഓപ്പോസിറ്റ് ബ്രഷ് ചെയ്യുന്ന കുറിച്ച് പറഞ്ഞു. നമുക്ക് പറയാമല്ലോ, ബ്രഷ് ചെയ്താൽ പിന്നെ സ്മെല്ല്, ബ്രഷ് ചെയ്തില്ലെങ്കിൽ അടുത്ത ആൾക്കാണല്ലോ സ്മെല്ല് പിടിക്കുക. അപ്പോൾ 5 നേരം എൻ്റെ ഉമ്മത്തിൽ അത് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ 5 നേരത്തെ ആ ബ്രഷ് ചെയ്യാൻ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. നമ്മളൊക്കെ രാവിലെ 2 നേരം ബ്രഷ് ചെയ്യുന്നു. പക്ഷെ ഓരോ ഒതുവിൻ്റെ സമയത്തും 5 നേരം അവർക്ക് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു ബ്രഷ് ചെയ്യൽ. ഇത് പറയുക മാത്രമല്ല, അവസാനം വിടവാങ്ങുന്ന സമയത്ത് പോലും ആയിഷ റളിയല്ലാഹു മടിയിൽ തലവെച്ച് കടന്ന് ആ മരിക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ ബ്രഷ് ചെയ്തിട്ടായിട്ട്, അറാക്ക് കൊണ്ട് ബ്രഷ് ചെയ്തിട്ടായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ പച്ച വെളുത്തുള്ളി, അതായത് അബൂ അയ്യൂബിൽ അൻസാറുള്ളാഹിൻ്റെ വീട്ടിലേക്ക് പ്രവാചകൻ മദീനയിലേക്ക് ഇതര പോയ സമയത്ത് അബൂ അയ്യൂബിൽ അൻസാറുള്ളാഹിൻ്റെ വീട്ടിലാണ് പ്രവാചകൻ താമസിച്ചു. അവിടെ ഭക്ഷണത്തിൻ്റെ മുകളിൽ, പാകം ചെയ്ത ഭക്ഷണത്തിൻ്റെ മുകളിൽ ഈ വെളുത്തുള്ളി വെച്ചുകൊണ്ട് ആ സഹാബി നൽകി. അപ്പോൾ പ്രവാചകൻ അത് കഴിച്ചില്ല. പ്രവാചകൻ വിസമ്മതിച്ചു. കാരണം നിങ്ങൾ കാണാത്ത ആളുകൾ ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ മലക്കളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പള്ളിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് പച്ച ഉള്ളി കഴിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. ഇതുപോലെ ഈ വെളുത്തുള്ളിയും അതിൻ്റെയൊക്കെ സ്മെല്ല് അവർക്ക് പിടിക്കില്ല. അതേപോലെ അപ്പോൾ സിഗരറ്റൊക്കെ വലിച്ചു പോകുന്ന ആളുകൾ ചിന്തിക്കുക എത്രമാത്രം മോശമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സ്മെല്ലൊക്കെ ചില ആളുകളെ ഈ സിഗരറ്റിൻ്റെ സ്മെല്ലിങ്ങനെ അടിച്ചിട്ട് നല്ല സുഗന്ധമൊക്കെ തേച്ച് പോകാൻ നല്ല. അതുപോലെ ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ടും ഒരുപാട് വചനങ്ങൾ. അതുപോലെ പിന്നെ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നിടത്തും പറഞ്ഞു പ്രവാചകൻ, നല്ല കൂട്ടുകാരൻ്റെ ഉപമ സുഗന്ധ വ്യാപാരിയെ പോലെയാണ്. നല്ല കൂട്ടുകാരൻ്റെ ഉപമ സുഗന്ധം വെക്കുന്നവനെ പോലെ. അവൻ അത്രക്ക് ഒന്നിങ്ങനെ വരച്ച് തരും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് പോയിട്ട് നിന്നാലും ഒന്നും വരച്ച് തന്നിട്ടില്ലെങ്കിലും ക്യാഷിൻ്റെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അതില്ലെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യ പറയും നല്ല മണമുണ്ടല്ലോ, നല്ല അത്ര തേച്ചിട്ടുണ്ടല്ലോ, എങ്ങോട്ട് ഇത് ചോദിക്കും പെർഫ്യൂം. കാരണം ആ കൂട്ടുകാരൻ്റെ അടിച്ചതാ. അതുപോലെ കൂട്ടുകാരൻ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും അവൻ പറഞ്ഞു. കൂട്ടുകാരനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ മോശം കൂട്ടുകാരൻ്റെ ഉപമ കൊല്ലപ്പണിയെടുക്കുന്ന, ആലയിൽ പണിയെടുക്കുന്ന കൊല്ലനെ പോലെയാണ്. അപ്പോൾ അത് അവിടെ പോയിട്ട് ഇരുന്നാൽ കരിയും പുകയൊക്കെ ആകും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇങ്ങനെ ഒരു കറുത്ത കുത്തുണ്ടാവും അവിടെ പോയിട്ട് ഇരുന്നാൽ. അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ ചോദിക്കും ഭാര്യ, ഇതൊരു ബാഡ് സ്മെൽ, എന്താ ഇങ്ങനെ പുക ഉണക്കുന്നു. ഇപ്പോൾ ഈ കാലത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർക്ക് പറയാനുള്ള മറ്റൊരു ഉദാഹരണം സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരൻ സ്മോക്ക് ചെയ്യാൻ അടുത്ത് ഇങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ്
അവസാനം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യ ചോദിക്കും, ഇത് സ്മോക്ക് ചെയ്ത് നിങ്ങൾ സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഊതി കാണിക്കേണ്ടി വരും മുഖത്തേക്ക് തന്നെ, നമ്മൾ സ്മോക്ക് ചെയ്തില്ല, ഇങ്ങനെ കൂട്ടുകാരൻ്റെ മണം അടിച്ചതാണ്. അപ്പോൾ അത്രത്തോളം. അതേപോലെ പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ ഉപമ പ്രവാചകൻ പറഞ്ഞു. ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഉപമ മധുരനാരങ്ങ പോലെയാണ്. മധുരനാരങ്ങൻ്റെ പ്രത്യേകത എന്താ? അത് കഴിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും, ഇങ്ങനെ സുഗന്ധം ഇങ്ങനെ പരത്തും. ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഉപമ മധുരനാരങ്ങ പോലെ. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യാത്ത വിശ്വാസിയുടെ ഉപമ ഈത്തപ്പഴം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ പ്രത്യേകം ഗന്ധമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും, മധുരമായിരിക്കും. അപ്പോൾ നമുക്കറിയാം പ്രകൃതിയിൽ ഇപ്പോൾ ദുനിയാൻ ചക്ക പോലത്തെ കിങ് ഓഫ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ചക്ക ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ സ്മെല്ല് ഭയങ്കര മോശമാണ്, പക്ഷേ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ നാരങ്ങ മണവും നല്ല മണമാണ്. അപ്പോൾ അതേപോലെ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞെടുത്തും പ്രവാചകൻ ഈ ഗന്ധവുമായി ബന്ധിപ്പിച്ച് പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ദിമ്മിയെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സ്വർഗത്തിൻ്റെ വാസന പിന്നെ ഇബ്നു മാജ നസായിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 500 വർഷം വൈദൂരാണ് സ്വർഗത്തിൻ്റെ വാസന. അത് 5 തലമുറ 500 വർഷം വൈദൂരം സഞ്ചരിച്ചാലും സ്വർഗത്തിൻ്റെ വാസന ഇങ്ങനെ അടിക്കും, അത്രത്തോളം വാസന ഉണ്ട്. അതുപോലെ മറ്റൊരു സമയത്ത് പ്രവാചകൻ പറഞ്ഞില്ലേ, സ്വർഗത്തിനെങ്ങാനും ഒരു സ്ത്രീ എങ്ങാനും ഒത്തു നോക്കിയാൽ പിന്നെ അത് മതിയായിരിക്കും ഭൂമിയിലേക്ക് മുഴുവനും സ്മെൽ, അത്ര മണക്കും. എന്തെന്നായിരിക്കും അപ്പോൾ അതിൻ്റെ സ്മെല്ല്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ശിക്ഷയെ സംബന്ധിച്ച് ദിമ്മിയെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെ വാസന ഇരിക്കുന്നത്. എന്താണ് ദിമ്മി? ഇപ്പോൾ ഇസ്ലാമിക രാജ്യം സൗദി പോലെ, ഇപ്പോൾ കുവൈത്ത് പോലെ, ദുബൈ പോലെ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിമായ ഒരു മനുഷ്യൻ, അവനെ ആരെങ്കിലും വധിച്ച് കളഞ്ഞാൽ, ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു അമുസ്ലിമായ മനുഷ്യനെ അന്യായമായി ഒരാൾ വധിച്ച് കളഞ്ഞാൽ അവന് സ്വർഗത്തിൻ്റെ വാസന പോലും ഏൽക്കുകയില്ല. അതേപോലെ ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ച് പറയാനുണ്ട്. പുരുഷന്മാർ ആകർഷിക്കാൻ വേണ്ടി വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ, അവിടെ പ്രവാചകൻ പറഞ്ഞു കാനിയാത്തുൻ, പിന്നെ നിസാവുൻ കാനിയാത്തുൻ ആരിയാത്തുൻ ജാരിയാത്തുൻ മുഗീലാത്തുൻ മുമീലാത്തുൻ റുഹൂസ് ഇന്ന കസ്ലിമത്തുൽ ബുഖ്ത് ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹ. അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവർക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും ഏൽക്കില്ല എന്നും, സ്വർഗത്തിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല വലാ യജിദ്ന റീഹഹ, അവർക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും ഏൽക്കുകയില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവിടെയും ഗന്ധത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിച്ചു പിരിയുന്ന സമയത്ത് ഇവിടുന്ന് ഈ ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്ക് പിന്നെ പരലോകത്തേക്ക് മരിച്ചു പിരിയാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൻ്റെ ആ റൂഹിനെ, നല്ല മനുഷ്യരാണെങ്കിൽ ആത്മാവിനെ ഏറ്റെടുക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായ കഫമുണ്ടാകാം, സ്വർഗത്തിൻ്റെ സുഗന്ധം പൂശുന്ന ആ കഫമുണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുക. അതുപോലെ ആ വിശ്വാസിയായ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും, അവൻ മരിച്ചു കിടന്നാൽ പോലും ആ കബറിൽ കിടക്കുന്ന സമയത്ത് പോലും നല്ല സുഗന്ധം, സ്വർഗത്തിൻ്റെ സുഗന്ധമായിരിക്കും അവിടെ അവൻ ആസ്വദിക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് മലക്കുകൾക്ക്, ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളിയും അതുപോലെ പച്ചയുള്ളിയൊന്നും കഴിച്ചുകൊണ്ട് പോകരുത്. ഒരു പണ്ഡിതൻ പിന്നെ ഖുർആനൊക്കെ തഫ്സീർ ചെയ്തൊരു വലിയ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത്ര വലിയ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം കാണാം, മലക്കുകൾ നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പം നമ്മളിൽ നിന്നൊക്കെ അടിച്ചു വീശുന്ന ഗന്ധം, നമ്മൾ സാധാരണ ഒരു ഗന്ധമുണ്ട്, പക്ഷേ നമ്മൾ നന്മ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ നന്മ ഒക്കെ ചെയ്യുമ്പോൾ നല്ല മലക്കൾ സന്നദ്ധരാകും. ഇപ്പോൾ ഖുർആൻ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ, ഹദീസിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ, നല്ല നല്ല പ്രഭാഷണമൊക്കെ പറയുമ്പോൾ, ഖുർആനൊക്കെ പാരായണം ചെയ്യുമ്പോൾ നല്ല നല്ല മലക്കൾ ഉണ്ടാകും. അതുപോലെ നമ്മൾ മോശം ചെയ്യുമ്പോൾ പിന്നെ ദുഷിച്ച സ്മെല്ലായിരിക്കും നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുക. നല്ല നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ല നല്ല സ്മെല്ല് നമ്മളിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് മലക്കൾ വന്ന് സന്നദ്ധരാകുന്ന പണ്ഡിതന്മാർ പറയാറ്. മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അടിച്ചു വീശുന്ന ദുർഗന്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മലക്ക് നമ്മൾ അടുത്തുണ്ടാവില്ല, പിശാചാരിക്കും ഉണ്ടാകാം മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് പകർത്തി കൊടുക്കുക ആളുകൾക്ക്. അതുപോലെ അനന്തരഫലമായിട്ടും വരാറുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്തു, അതുകൊണ്ട് പലപ്പോഴും സമൂഹത്തിൽ മൊത്തം തിന്മയായി വരാറുണ്ട്. അതുപോലെ ഇപ്പോൾ സ്മെല്ലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു കൂട്ടത്തിലേക്ക് നല്ലൊരു മണമില്ല ഒരാൾ വരുമ്പോൾ ഭയങ്കര മണക്ക് നമ്മൾ അടിക്കുമല്ലോ മണം, നമ്മളല്ല നല്ല വില കൂടി സ്പ്രേ അടിച്ച ഒരാൾ വന്നിട്ടുണ്ട്. അതുപോലെ മോശം കാര്യം ഒരു സമൂഹത്തിലും അങ്ങനെ ബാധിക്കാറുണ്ട്. മോശം കാര്യം ഒരാൾ ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ ഒരുപാട് ദോഷങ്ങൾ, അതുപോലെ ഒരാൾ നന്മ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതായിട്ടൊക്കെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ സ്മെല്ലുമായി നമ്മൾ ചിന്തിക്കുക. അതുപോലെ ഇപ്പോൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ വിദ്യാർത്ഥിൻ്റെ ക്വാളിറ്റി, ഒരു അധ്യാപകൻ്റെ ക്വാളിറ്റി വിദ്യാർത്ഥിയിൽ കണ്ടാൽ തിരിച്ചറിയുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. അപ്പോൾ ഉമർ റളിയല്ലാഹു ഒരു യാത്രാ സംഘത്തെ കണ്ടു. രാത്രിയിലാണ് അദ്ദേഹം കണ്ടത്. രാത്രി അവരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ മറുപടി പറയാൻ കഴിഞ്ഞു. ഖുർആൻ വെച്ചുകൊണ്ട് ബൈത്തുൽ അത്തീഖിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ അത്തീഖിന്നാണ് വരുന്നത് അവർ പറയുന്നുണ്ട്. അതുപോലെ അഫ്ളലുൽ ആയ, ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ആയത്തെ കുറിച്ചാണ്. ഓക്കെ
അപ്പോൾ അതേപോലെ അവരോട് ചോദിച്ചു അഫ്ദലായ ആയത്ത് ഇത്, ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഇത്. അപ്പോൾ നമുക്കറിയാം അതൊക്കെ മറുപടി കൃത്യമായി പറയുമ്പോൾ ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടോയെന്ന് ഉടനെ ചോദിച്ചു തരാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അഫീക്കും ഇബ്നു മസ്ഊദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടോയെന്ന്. അപ്പോൾ അത്രയും കൃത്യമായി അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ പണ്ഡിതൻ വിശദീകരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ആ സ്റ്റുഡൻറ്റിൻ്റെ ഗന്ധമാണ് മൊത്തം പരന്നത്. അതാണ് ആ സ്റ്റുഡൻറ്റിൽ നിന്ന് പ്രതിപാദിക്കുന്നത്, ആ അധ്യാപകൻ്റെ ക്വാളിറ്റി. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.